ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് മാർച്ച് മാസം 14 വെള്ളിയാഴ്ച, നോമ്പിൽ 9-ാം ദിനം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. Repent then and turn to God so that your sins may be wiped out, that times of refreshing may come from Lord. ആകയാൽ നിങ്ങളുടെ പാപങ്ങളെ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. ഇന്ന് പ്രഭാതത്തിലെ ചിന്താവിഷയം ടേൺ ബാക്ക് ടു ഗോഡ്, ദൈവത്തിങ്കിലേക്ക് തിരിയുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് വളരെ സുപരിചിതമാണ്. നമ്മളുടെ ധ്യാന വിഷയമായ 3-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. ഒരു മുടന്തനായ മനുഷ്യൻ പെട്ടെന്ന് കുതിച്ചുചാടി ദൈവത്തെ സ്തുതിക്കുന്നത് എപ്രകാരമെന്നറിയുവാൻ പത്രോസിൻ്റെ സൗഖ്യത്തെ മനസ്സിലാക്കി ശലോമോൻ്റെ മണ്ഡപത്തിൽ ഒത്തുകൂടിയ ഒരു കൂട്ടം ജനങ്ങൾ. ഇവരോട് പത്രോസ് അപ്പോസ്തലൻ സംസാരിക്കുന്നതാണ് ഈ വേദഭാഗത്തിൻ്റെ ഇതിവൃത്തം. പത്രോസ് എങ്ങനെയാണ് ഈ സൗഖ്യം നൽകിയതെന്ന് ജനമൊക്കെയും വല്ലാതെ ആശ്ചര്യപ്പെട്ടു. ആ കാലഘട്ടത്തിൽ ഒരാൾ സൗഖ്യദാതാവായി മാറുന്നത് വളരെ അത്ഭുതം ജനിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഏതൊരു മനുഷ്യനും സ്വാഭാവികമായും എങ്ങനെയാണ് നിങ്ങൾ ഈ സൗഖ്യം നൽകിയെന്ന് ചോദിച്ചാൽ, എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ പ്രാപ്തി കൊണ്ട്, എൻ്റെ കാര്യശേഷി കൊണ്ടാണെന്ന് ക്ലെയിം ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. നാം ഇന്നായിരിക്കുന്ന വർത്തമാന കാലത്ത് അത്രയും ചില ക്ലെയിമുകൾ കാണാൻ പറ്റും. ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പരിശ്രമിച്ചത് കൊണ്ടാണ് എന്നിങ്ങനെയുള്ള ഒരു വാദം പലപ്പോഴും പ്രസക്തമാണ്. എന്നാൽ പത്രോസ് അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാകുകയാണ്. പത്രോസിനറിയാം തന്നിൽ യാതൊരു കഴിവുമില്ല, ഇതെല്ലാം എൻ്റെ ഗുരുവിൻ്റെതാണ്, അവിടുന്നല്ലാതെ ഒന്നും ഞങ്ങളിലില്ല എന്നും, ഞങ്ങളെ ബലപ്പെടുത്തുന്നത്, ഞങ്ങളെ നിലനിർത്തുന്നത്, ജീവിതത്തിൽ ഞങ്ങളെ ആക്കി വച്ചിരിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ കൃപയും കരുണയും മാത്രമാണ് എന്ന് വളരെ ശക്തമായി പത്രോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. തൻ്റെ ജീവിത പരിചയങ്ങളിൽ നിന്നുമാണ് അദ്ദേഹം ഈ വാക്കുകൾ പറയുന്നത്. പത്രോസ് പറയുകയാണ്, ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത് എൻ്റെ ശക്തി കൊണ്ടല്ല, മറിച്ച് ജനക്കൂട്ടം തങ്ങളുടെ മശയം തിരിച്ചറിയാൻ തള്ളിക്കളഞ്ഞ യേശുവിൻ്റെ ശക്തിയാലാണ് എന്ന് പത്രോസ് ധൈര്യപൂർവ്വം പറയുക. എല്ലാം ദൈവത്തിൽ നിന്നാണ് പുറപ്പെടുന്നുള്ള മനുഷ്യൻ്റെ വിചാരം തന്നെ അവൻ എത്രത്തോളം എളിമയുള്ളവനാക്കി മാറ്റും. ഇന്ന് നമ്മളുടെ നേട്ടങ്ങളെല്ലാം നമ്മളുടെ മാത്രമെന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മൾ നമ്മെ തന്നെ മറന്നു പോകുന്നത്. നമ്മൾ എത്രയോ നിസ്സാരരായ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ മഹത്വം നമ്മൾ തന്നെ തിരിച്ചറിയുന്നത്. പക്ഷെ പത്രോസ് ഈ ഒരു സംഭവത്തെ മറ്റൊരു കാര്യം വിശദീകരിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പത്രോസ് പറയുന്നു, യേശുവിനെ ക്രൂശിച്ച് കൊന്നുകളഞ്ഞതിൻ്റെ പാപം തീർക്കുവാൻ, നിങ്ങളുടെ പാപങ്ങളെ പ്രതി പശ്ചാത്തപിക്കുവാനാണ് പത്രോസ് പറയുന്നു. നിങ്ങൾ യേശുവിനെ കൊന്നുകളഞ്ഞു, അതിൻ്റെ പാപത്തെ ഓർത്ത് നിങ്ങൾ പശ്ചാത്തപിക്കണം. ജനമൊക്കെയും അത്ഭുതപ്പെട്ടു പോയി. എന്താണ് ഈ മനുഷ്യൻ പറയുന്നത്? ഞങ്ങൾ യേശുവിനെ കൊന്നുവന്നു. അവരുടെ പാപങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു മനോഭാവത്തിലേക്ക് ആ വിഷയത്തെ വഴിതിരിച്ചു വിടുവാൻ പത്രോസിന് സാധ്യമായി. പശ്ചാത്തപിക്കുക എന്ന പദത്തിൻ്റെ യവന അർത്ഥം ഇതാണ്. മെറ്റനോയി എന്ന വാക്ക് ഉപയോഗിക്കുന്നു. പദത്തിൻ്റെ യവനായ അർത്ഥം ഇങ്ങനെയാണ്: കേവലം മാപ്പ് പറയുന്നത് മാത്രമല്ല, നിങ്ങളുടെ വഴി തെറ്റാണെന്നും ദൈവത്തിൻ്റെ വഴികളാണ് ശരിയെന്നുള്ള തിരിച്ചറിവും അംഗീകാരവുമാണ് ഈ പദം കൊണ്ട് അർത്ഥമാകുന്നത്. നമ്മുടെ വഴി തെറ്റാണെന്നുള്ള ഒരു തിരിച്ചറിവ് അതൊരു യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ ലക്ഷ്യമാണ്. മറ്റൊന്നുള്ളത് ദൈവത്തിൻ്റെ വഴികളാണ് ശരി, എൻ്റേതല്ല എന്ന തിരിച്ചറിവും ഒരു മനുഷ്യനെ മാനസാന്തരത്തിന്, പശ്ചാത്താപത്തിന് അർഹനാക്കുന്നുണ്ട്. ഈ നോമ്പ് കാലത്ത് മാനസാന്തരം അഥവാ ദൈവത്തെങ്കിലേക്ക് തിരിയുക എന്നത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്.
നാം രക്ഷ പ്രാപിക്കണമെങ്കിൽ, വീണ്ടെടുക്കപ്പെടണമെങ്കിൽ, പരുവപ്പെടണമെങ്കിൽ നമ്മുടെ പാപങ്ങൾ തെറ്റാണെന്നും നാം ജീവിക്കേണ്ട വഴി ദൈവം കാണിച്ചു നൽകുന്നുവെന്നും നാം അറിയണം. ഇത് കേവലം ഒരു ബൗദ്ധിക വ്യായാമം മാത്രമല്ല, അകത്തും പുറത്തും നമ്മെ മാറ്റുവാൻ ദൈവത്തിലുള്ള വിശ്വാസത്തെ നാം ഈ നാളുകളിൽ അനുവദിക്കേണ്ടതുണ്ട്. ഇതൊരു വലിയ തിരിച്ചറിവായിട്ട് നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ്. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 9-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാലാണ് യഥാർത്ഥ മാനസാന്തരം കരഗതമാകുന്നത്. നമ്മൾ ദുഃഖിച്ചുകൊണ്ടായില്ല, പക്ഷേ എൻ്റെ ദുഃഖം മാനസാന്തരത്തിന് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ദുഃഖിക്കുമ്പോൾ മാത്രമാണ് അത് തികഞ്ഞ പശ്ചാത്താപമായി മാറുന്നത്. ഒപ്പം പത്രോസ് ചേർത്ത് ചില വാക്കുകൾ പറയുന്നു: നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ നിങ്ങളുടെ പാപം മായ്ച്ചു കളയും. നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ നിങ്ങളുടെ പാപം മായ്ച്ചു കളയും. അക്കാലത്തെ ഒരു ദൃഷ്ടാന്തവും ഇതിനോട് ചേർത്ത് വെക്കാവുന്നതാണ്. പുതിയ നിയമകാലത്ത് പാപ്പിറസിൽ ധാരാളം ചെടിയുടെ തണ്ടിൽ നിന്നും ധാരാളം എഴുത്തുകൾ രേഖപ്പെടുത്തിയിരുന്നു. അതൊരു അക്വാറ്റിക് പുല്ലാണ്. തണ്ടെടുത്ത് പൾപ്പ് രൂപത്തിലാക്കി ഉണക്കി പാപ്പിറസ് ഷീറ്റുകൾ ഉണ്ടാക്കുമായിരുന്നു. ഈ മെറ്റീരിയലിനൊരു വലിയ പ്രത്യേകത, ഇത് മഷി ആഗിരണം ചെയ്യില്ല. പകരം മഷി അതിൻ്റെ ഉപരിതലത്തിൽ ഉണങ്ങുന്നു. അതിനാൽ നനഞ്ഞ തുണി കൊണ്ട് ഈ മഷിയെ തുടച്ചു മാറ്റുവാനായിട്ട് കഴിയും. ഇതേ അർത്ഥം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളെ തുടച്ചു നീക്കും എന്ന് പറയും. അതൊരിക്കലും ആ ഉള്ളിലേക്ക് ഇറങ്ങില്ല, പുറമേ തന്നെ തുടച്ചു മാറ്റുവാൻ സാധ്യമാകും എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പാപങ്ങൾ എത്ര കഠിനമായിരുന്നാലും അതിനെ തുടച്ചു മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അതിന് നിങ്ങൾ ഒരുക്കമാണോ എന്നുള്ളതാണ് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം. ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുക, ടേൺ ബാക്ക് ടു ഗോഡ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആഴമായി ചിന്തിക്കുമ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ അനുവർത്തിക്കേണ്ടത്. 1, നമ്മുടെ പാപത്തെ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. 2, നമ്മൾ സ്വയം സമർപ്പിക്കണം. 3, ദൈവവചനത്തിൽ നമ്മൾ നിരന്തരം തുടരേണ്ടത് ആവശ്യമാണ്. ഏറ്റവും ഒടുവിലെ കാര്യമാണ് പരമപ്രധാനമായത്: നിരന്തരം പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാകണം. ഈ കർമ്മങ്ങളെല്ലാം നമ്മളെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ നമ്മെ സഹായിക്കും. ഈ നോമ്പ് കാലത്തിൽ നമ്മുടെ പാപങ്ങളെ തുടച്ചു മാറ്റുവാൻ കഴിയുന്ന, യാതൊരു ക്ലെയിമുകളും ഇല്ല കർത്താവേ എന്ന് പറഞ്ഞ് വിനീതദാസനായി നിൽക്കുവാൻ കഴിയുന്ന ഒരു മനോഭാവത്തിലേക്ക് എത്തുവാൻ നമുക്ക് സാധ്യമാകുമോ? സാധ്യമായാൽ ഈ നോമ്പുകാലം ഏറെ ധന്യമായി തീരും. അതിനായി നമുക്കൊരുങ്ങാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഏതുമില്ല എന്ന തിരിച്ചറിവും ഈ നോമ്പ് കാലത്തിൽ ഞങ്ങളുടെ പാപങ്ങളെ ശരിയായി മനസ്സിലാക്കുവാനും അതിനെ പൂർണ്ണമായി തുടച്ച് നീക്കുവാൻ കഴിവുള്ള അങ്ങയുടെ സന്നിധി ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുവാനും അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളെല്ലാം ഇതേപോലെ കൊഴിഞ്ഞു പോകുവാൻ, ഞങ്ങളെന്ന മനുഷ്യനെ യഥാർത്ഥമായി തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണം. തുടർന്ന് ബലപ്പെടുത്തണം. ഈ ദിവസം അനുഗ്രഹമാക്കി തീർക്കണം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.